ഗുരുവായൂരപ്പൻ്റെ കവാടത്തിൻ്റെ രൂപം. SC/ST വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഭാരത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കേന്ദ്ര സർക്കാരിൻ്റെ PM വിശ്വകർമ്മ കരകൗശലമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഭാരത് ബാംബു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വലിയ ഒരു വഴിത്തിരിവായി. നമസ്കാരം. ഇപ്പോൾ തൃശ്ശൂർ രാമവർമ്മപുരത്തുള്ള ബാംബു കരകൗശല വികസന കേന്ദ്രമാണ്. ഇതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 40 വർഷത്തിന് മേലായിട്ട് നമ്മളോട് പ്രവർത്തിക്കുന്നു. ഈ ബാംബു കരകൗശല സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ശ്രീ MK വിജയൻ ചേട്ടനാണ് നമ്മളോടൊപ്പം. അദ്ദേഹമായിട്ട് നമുക്ക് ഒന്ന് സംസാരിക്കാം. ഈ സംഘം 1982 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയതാണ്. 42 വർഷമായിട്ട് ഈ സംഘം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള പുരോഗതിക്ക് എത്താൻ പറ്റിയില്ല. സർക്കാരിന് വേണ്ടത്ര സഹായങ്ങളോ ഒന്നുമില്ലാതെ ഇതിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും പരിതാപമില്ല. 25 മെമ്പർമാരായിട്ട് തുടങ്ങിയ സംഘമാണ്. ഇപ്പോൾ ആൾക്കാരിപ്പോൾ 5 പേർക്ക് മാത്രമേ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ കാലാന്തരത്തിലേക്ക് ട്രെയിനിങ് കൊടുക്കാനോ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കാരണം ഈ സംഘത്തിൻ്റെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കണ്ടാൽ ബോധ്യപ്പെടും. അപ്പോൾ സർക്കാരിൽ നിന്നും മറ്റുള്ള ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിന് വേണ്ട സഹായങ്ങൾ തരണമെന്ന് അപേക്ഷിച്ചു. പരിമിതികൾ ഒട്ടേറെ ഉണ്ടെങ്കിലും പരാതികളും പരിഭവങ്ങളുമില്ലാതെ പ്രതീക്ഷകളിൽ മാത്രം മനസ്സുറപ്പിച്ച് മുന്നേറുന്നവർക്ക് വിജയം ഉറപ്പാണ്. സർക്കാരുകളുടെ വാഗ്ദാനങ്ങൾക്ക് കുറവില്ല, നമുക്കറിയാം. പക്ഷേ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾക്കും ഇവിടെ കുറവില്ല. ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എങ്കിലും ഇവർക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. അവനവൻ്റെ കുലത്തൊഴിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയാണ്. അവസരങ്ങൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇവരുടെ കലാവൈഭവങ്ങൾ സൃഷ്ടികളായി ജനങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. മുന്നോട്ട് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അപര്യാപ്തത ഏത് ഇൻഡസ്ട്രിയും തകർക്കുമെന്ന് നമുക്കറിയാം. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പഴിയും പറയുന്നില്ല. കലാകാരന്മാരെന്നും പട്ടിണിയാണ്. കലകൾക്ക് മൂല്യമില്ലാത്തതുകൊണ്ടല്ല, അതിനെ വ്യാവസായിക ദൃഷ്ടിയിൽ വളർത്തിയെടുക്കാനും ആധുനിക രീതിയിലുള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് അതിനെത്തിക്കാനും പരാജയപ്പെട്ടാൽ ആ പഴമൊഴി ഇന്നും തുടരും, കലാകാരന്മാരുടെ പട്ടിണി. എന്തായാലും ഈ ഒരു കേന്ദ്രത്തെ ഒന്ന് സഹായിക്കാൻ ഇൻഡസ്ഗ്രോ ബിസിനസ് ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ് മുന്നോട്ട് വരികയാണ്. എല്ലാവർക്കും പങ്കുചേരാം. എന്തായാലും കരകൗശലം അല്ലെങ്കിൽ കലാകാരന്മാർ എന്നും പട്ടിണിയിലാണ് എന്നുള്ള ആ പഴയ മൊഴി ഒന്ന് മാറ്റിയെടുക്കാൻ, കല അതിന് മൂല്യം കൽപ്പിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം.